വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ പിൻവലിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പിന് പിന്നാലെ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുതിയ രാഷ്ട്രീയ നിയമപരമായ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ വീണ്ടും രാജ്യവ്യാപക പ്രതിഷേധം ആരംഭിക്കുമെന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് വീണ്ടും പ്രതിഷേധ ഭീഷണി ഉയരുന്നത്? കഴിഞ്ഞ ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നിരവധി കേസുകളും എഫ്ഐആറുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. തുടർന്ന് കേന്ദ്ര സർക്കാരും പ്രതിഷേധ പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചകളിൽ പ്രതിഷേധക്കാരുടെ പേരിലുള്ള എഫ്ഐആറുകൾ പിൻവലിക്കുമെന്നും ഭാവിയിൽ സമാധാനപരമായ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവർക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പ് നൽകിയ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടെയാണ് സുപ്രീം കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഉത്തരവ് സർക്കാർ നൽകിയ ഉറപ്പുകളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ സംഘടനയുടെ ആരോപണം. കോടതിയുടെ ഉത്തരവിന് പിന്നാലെ പല സ്ഥലങ്ങളിലും പോലീസിന്റെ നടപടികൾ തുടരുന്നതായും അവർ ആരോപിക്കുന്നു. പ്രതിഷേധ നേതാക്കളുടെ വാദം വ്യക്തമാണ്. സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ നൽകിയ ഉറപ്പുകൾ രേഖാമൂലം നടപ്പിലാക്കണമെന്നും രജിസ്റ്റർ ചെയ്ത എല്ലാ എഫ്ഐആറുകളും പിൻവലിക്കണമെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെയോ യുവാക്കളുടെയോ ഭാവി ബാധിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകരുതെന്നും അവർ ആവശ്യപ്പെടുന്നു. ഇതിന് നിശ്ചിത സമയപരിധി നൽകിയിട്ടുണ്ടെന്നും ആ സമയപരിധിക്കുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും രാജ്യവ്യാപക സമരത്തിലേക്ക് മടങ്ങുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയുടെ തെരുവുകൾ വീണ്ടും യുവജനങ്ങളുടെ ശബ്ദമാകും എന്നതാണ് അവരുടെ മുന്നറിയിപ്പിന്റെ സാരം. സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് എന്താണ്? ഇത് അന്തിമ വിധിയല്ല, മറിച്ച് കേസിന്റെ വിചാരണ പൂർത്തിയാകുന്നതുവരെ നിലവിലുള്ള സാഹചര്യത്തിൽ കോടതി നൽകിയ ഒരു ഇടക്കാല നിർദ്ദേശമാണ്. എന്നാൽ പ്രതിഷേധ സംഘടനയുടെ അഭിപ്രായത്തിൽ ഈ ഉത്തരവ് സർക്കാർ മുമ്പ് നൽകിയ രാഷ്ട്രീയ ഉറപ്പുകളുടെ ആത്മാവിനോട് യോജിക്കുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, കോടതിയുടെ ഉത്തരവും സർക്കാരിന്റെ രാഷ്ട്രീയ ഉറപ്പും രണ്ടും വ്യത്യസ്ത വിഷയങ്ങളാണ്. കോടതി നിയമപരമായ വശം പരിശോധിക്കുമ്പോൾ സർക്കാർ ഭരണപരമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അതിനാൽ ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ ഏകോപിക്കപ്പെടും എന്നത് ഇപ്പോഴത്തെ പ്രധാന ചോദ്യമാണ്. പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ: ഒന്നാമതായി, പ്രതിഷേധവുമായി ബന്ധപ്പെട്ട എല്ലാ എഫ്ഐആറുകളും പിൻവലിക്കണം. രണ്ടാമതായി, പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ ഭാവിയിൽ പ്രതികാര നടപടികൾ ഉണ്ടാകില്ലെന്ന് രേഖാമൂലം ഉറപ്പ് നൽകണം. മൂന്നാമതായി, സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം വീണ്ടും വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് CJP സംഘടനയുടെ മുന്നറിയിപ്പ്. സർക്കാരിന്റെ നിലപാട്: സർക്കാർ ഭാഗത്തു നിന്ന് മുമ്പ് എഫ്ഐആറുകൾ പിൻവലിക്കുമെന്നും വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുമെന്നും ഉറപ്പ് നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. ചില സംസ്ഥാനങ്ങൾ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും രാജ്യവ്യാപകമായി എല്ലായിടത്തും ഇത് നടപ്പിലായോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇനി എന്ത് സംഭവിക്കാം? സർക്കാർ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ വാഗ്ദാനങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിലവിലെ സംഘർഷാവസ്ഥയ്ക്ക് ശമനം ലഭിച്ചേക്കാം. എന്നാൽ ആവശ്യങ്ങൾ നടപ്പിലാകില്ലെന്ന് പ്രതിഷേധ സംഘടന വിലയിരുത്തിയാൽ വീണ്ടും രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് അവരുടെ പ്രഖ്യാപനം. അതേസമയം സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും തുടരും. അതിനാൽ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളും കോടതിയുടെ തുടർ നടപടികളും ഒരേപോലെ നിർണായകമാകും. അങ്ങനെ സർക്കാർ നൽകിയ ഉറപ്പുകളും സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവും തമ്മിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രതിഷേധക്കാരുടെ പേരിലുള്ള എഫ്ഐആറുകൾ പിൻവലിക്കുമോ? സർക്കാരിന്റെ ഉറപ്പുകൾ സമയബന്ധിതമായി നടപ്പിലാക്കുമോ? അതോ വീണ്ടും രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ ഉയരുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമറിയാൻ അടുത്ത ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ നിർണായകമായിരിക്കും.